എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസത്തിന്റെ ഏജൻസികൾ എന്ന് തുടങ്ങുന്ന ഒരു പ്രധാനമായിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാനായിട്ട് പോകുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഏജൻസിയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നിന്നാണ്. എന്താണ് ഫാമിലി എന്ന് പറയുന്നത്? ഫാമിലി, കുടുംബം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ അങ്ങ് ആധികാരികമായിട്ട് ആർക്കും ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ഫാമിലി എന്ന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം എന്താണ്, നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിലെ എന്താണ് അംഗങ്ങളാണ്. സോ ഫാമിലി എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസസിന്റെ ബേസിസിൽ ഒരു ഫാമിലിയെ പറ്റി ഡെഫിനിഷൻ കൊടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തരെ കൊണ്ട് എന്ത് ചെയ്യും സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഫാമിലി എന്ന് പറയുന്ന വാക്ക് ഏതൊക്കെ വേർഡ്സിൽ നിന്നാണ് ഒറിജിൻ ചെയ്തതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫാമിലിയ, ഫാമിലിയ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത്? ഫാമിലി. ഫാമിലി എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ഫാമുലസ് എന്ന റോമൻ പദത്തിൽ നിന്നുമാണ് ഫാമിലി എന്ന പദം ഉണ്ടായത്. അപ്പൊ എന്താണ് ഈ ഫാമിലിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഫാമിലിയ വിച്ച് മീൻസ് ദാറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്താണ്ടാ? ഒരു കൂട്ടം ആളുകൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന പേരാണ് ഫാമിലിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമുലസ് എന്ന് പറഞ്ഞാൽ സെർവന്റ് എന്നതുമാണ് അർത്ഥം. സെർവന്റ് എന്നതാണ് ഫാമുലസിന്റെ അർത്ഥം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫാമിലി എന്ന് പറയുന്ന വേർഡ് എമർജ് ചെയ്തിരിക്കുന്ന ലാറ്റിൻ പദമായിട്ടുള്ള ഫാമിലിയിൽ നിന്നും റോമൻ വേർഡ് ആയിട്ടുള്ള ഫാമുലസിൽ നിന്നുമാണ്. എന്താണ് ഫാമിലി എന്ന വേർഡിന്റെ മീനിങ് ചോദിച്ചാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ഫാമുലസ് വിച്ച് മീൻസ് ദാറ്റ് സെർവന്റ്. ആക്ച്വലി സാമുവലിന്റെ അഭിപ്രായത്തില് കുടുംബം എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു സാമുവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സോഷ്യോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഫാമിലി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ പദം എന്നാണ് സാമുവൽ എന്ന് പറയുന്ന വ്യക്തി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഫാമിലിയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമിലി ആണ്. ഒന്നാമത്തെ, വിവിധതരം കുടുംബങ്ങളിൽ ഫസ്റ്റ് ഫാമിലിയെ വിളിക്കുന്ന പേരാണ് അണുകുടുംബം. അണുകുടുംബം. ഓക്കെ. സെക്കൻഡ് ഫാമിലി എന്ന് പറയുന്നത് വിസ്തൃത കുടുംബം. ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി. വിസ്തൃത കുടുംബം. അപ്പൊ മൂന്നാമത്തെ കുടുംബം ഏതായിരിക്കും? മൂന്നാമത്തെ ഫാമിലി എന്ന് പറയുന്നത് ഏതാണ്? ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതാണ് പ്രധാനമായ ഫാമിലിയുടെ ഡിഫറെന്റ് ടൈപ്പുകൾ എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ഫാമിലീസ് നോക്കിയേ: അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം. ഇത് എന്താണെന്നൊന്നും ആധികാരികമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? അണുകുടുംബത്തിൽ അച്ഛൻ, അമ്മ, മക്കൾ മാത്രം വരുന്നെങ്കിൽ അത്തരത്തിലുള്ള കുടുംബത്തെ വിളിക്കുന്ന പേരാണ് അണുകുടുംബം. എന്നാൽ എന്താണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്? അച്ഛനും അമ്മയും മക്കളും അവരുടെ മക്കളും അടങ്ങുന്നെങ്കിൽ അത്തരത്തിലുള്ള ഫാമിലിയെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി അല്ലെങ്കിൽ വിസ്തൃത കുടുംബം എന്ന് പറയും. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകുടുംബം 3ഓ 4ഓ തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള ഫാമിലി യൂണിറ്റിനെ വിളിക്കുന്നതാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. മേൽ പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിന്റെ പ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ ധർമ്മങ്ങളാണ്. നമുക്കിവിടെ 7 ധർമ്മങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ ധർമ്മം നോക്കിയേ, സമൂഹവൽക്കരണം. എന്താണ്ടാ ഒന്നാമത്തെ ധർമ്മം? ശ്രദ്ധിക്കുക, സമൂഹവൽക്കരണം. 2 സംസ്കൃതീകരണം. 3 സ്വഭാവ രൂപവൽക്കരണം. 4 വ്യക്തിത്വ വികസനം. 5 സാൻമാർഗികവും മതപരവുമായ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം. 6 എന്താണ്? ആദ്യകാല വിദ്യാഭ്യാസത്തിന്റെ ഏജൻസി. 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനമായിട്ടുള്ള കുടുംബത്തിന്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന 7 പോയിന്റ്സ് ആണ്. എന്താണ് സമൂഹവൽക്കരണം എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി സമൂഹത്തിലെ അംഗമാകുന്ന ഒരു സാമൂഹിക ജീവിയായിട്ട് മാറണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ നോക്കിയേ, സംസ്കൃതീകരണം. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പൊതുവേദിയിലാണേലും ഒരു അല്ലാത്ത ഒരു സ്പേസിലാണേലും എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ എന്താണ് അവിടെ നമ്മൾ എങ്ങനെ ഇടപെടുന്നു അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഓരോരോ പെരുമാറ്റങ്ങൾ
നമ്മൾ അവിടെ ഓരോ വ്യക്തികളാണ്, വയസ്സിന് മൂത്തവരാണേലും താഴ്ന്നവരാണേലും ആരോടാണേലും നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡുകളാണേലും നമ്മളുടെ ഓരോരോ കൾച്ചർ ബേസിസ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങളും നമ്മളെ വളർത്തിയെടുക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതായത് നമ്മൾ സംസ്കാരത്തിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട് കാണുന്നത് ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്നാണ് നമ്മൾ എവിടെ എങ്ങനെയെല്ലാം ഓരോ കൾച്ചറുകൾ, ഓരോ സംസ്കാരത്തിനൊത്ത് എങ്ങനെയെല്ലാം ഇടപെടണമെന്നും പെരുമാറണമെന്നും നമ്മൾ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. മൂന്നാമത്തെ ഫാക്ടറാണ് സ്വഭാവ രൂപവൽക്കരണം. അതായത് നമ്മൾ ഈ പറഞ്ഞ സംസ്കൃതീകരണത്തിൽ വരുന്ന ഒരു ഫാക്ടർ ആയിട്ടാണ് നമുക്ക് സ്വഭാവത്തെ എടുക്കാൻ പറ്റും. അതായത് നമ്മൾ എങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യത്തെ നമ്മൾ എങ്ങനെയെല്ലാം നോക്കിക്കാണുന്നു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിലെങ്ങനെ നമ്മൾ ഒരു സൊല്യൂഷൻ കാണുന്നു, എങ്ങനെയെല്ലാം നമ്മൾ അതിനെ പെരുമാറുന്നു, നോക്കിക്കാണുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. സ്വഭാവവൽക്കരണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് കുടുംബമാണെന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, വ്യക്തിത്വ വികസനം. ഈ വ്യക്തിത്വ വികസനത്തിലാണ് നമ്മുടെ സംസ്കാരം വരും, പെരുമാറ്റം വരും, നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തിത്വത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എല്ലാ കേസുകളും നമുക്ക് വീട്ടിൽ നിന്നാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ അച്ഛനമ്മമാര് പറഞ്ഞു തരും. ഇന്ന സ്ഥലത്ത് പോയാൽ ഇങ്ങനെയൊക്കെ പെരുമാറണമെന്ന്, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, വയസ്സിന് മൂത്തവരോട് കാണിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ ഓരോ റെസ്പെക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു ക്ലാസ് കിട്ടും. അപ്പൊ അത്തരത്തിൽ നിന്ന് വീട്ടിലുള്ള അച്ഛനമ്മമാരെയും വീട്ടിലുള്ള മുതിർന്നവരെയും കണ്ട് നമ്മൾ എന്ത് ചെയ്യോടാ, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഓരോ കാര്യങ്ങളും അവരിൽ നിന്ന് നല്ലതൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, സാൻമാർഗികവും മതപരവുമായ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം. നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് മതപരമായിട്ടുള്ള എല്ലാവിധ ചർച്ചകളും ഉണ്ടാകുന്നത്. അപ്പൊ മതത്തിനെ പറ്റിയുള്ള ചർച്ചകളും മതത്തിനെ പറ്റിയുള്ള ഒരു വിവിധവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്നതും ഫാമിലിയിൽ നിന്നാണ്. നെക്സ്റ്റ്, ആദ്യകാല വിദ്യാഭ്യാസത്തിന്റെ ഏജൻസി. അപ്പൊ ആദ്യകാല വിദ്യാഭ്യാസത്തിന്റെ ഏജൻസി എന്ന് പറയുന്നത് അമ്മയുടെ മടിത്തട്ടാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യ വിദ്യാലയം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിന്റെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ മടിത്തട്ടാണ്. അവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ അടുത്ത് നിന്നാണ് കുഞ്ഞ് എല്ലാ കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ തുടക്കം തൊട്ടുള്ള ഒരു കാര്യം, തുടക്കം മുതലുള്ള ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിദ്യാലയ ജീവിതം തുടങ്ങുന്നത് കുഞ്ഞ് അവന്റെ അമ്മയിൽ നിന്നെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക. അതായത് മാതാപിതാക്കള് എന്ത് ചെയ്യണം, കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഇടപെടുകയും അതിൽ വേണ്ട മുന്നേറ്റത്തിനായിട്ട് പങ്കാളികളായിട്ടും സജീവമായിട്ടും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മാതാപിതാക്കൾ കൂടെ പ്രവർത്തിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയടാ, 7 പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. സമൂഹവൽക്കരണം, സംസ്കൃതീകരണം, സ്വഭാവ രൂപവൽക്കരണം, വ്യക്തിത്വ വികസനം, സാൻമാർഗികവും മതപരമായ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം, ആദ്യകാല വിദ്യാഭ്യാസത്തിന്റെ ഏജൻസി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ കുടുംബത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് അധ്യാപക രക്ഷകർതൃ സംഘടന PTA, പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ നോക്കാം. ഇത് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ കുട്ടികളുടെ മുന്നേറ്റങ്ങളും നേട്ടങ്ങളും അധ്യാപകരോടൊപ്പം തന്നെ മാതാപിതാക്കളും കൂടെ അറിയുക എന്ന ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപീകൃതമായ ഒരു സംഘടനയാണ് പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. അച്ചടക്കം പാലിക്കാൻ സഹായിക്കുക. എന്താണ് പറയുന്നത്? അച്ചടക്കം പാലിക്കാൻ സഹായിക്കുക. രാഷ്ട്രീയ പ്രേരിതമായ പഠിപ്പ് മുടക്കങ്ങളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുക. ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ട സഹായം നൽകുക. അതോടൊപ്പം തന്നെ വിദ്യാലയ സൗകര്യങ്ങൾ മെച്ചമാക്കാൻ സഹായിക്കുക. പ്രധാനമായിട്ടും PTA എന്തിനൊക്കെയാണ്? സ്കൂളിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഇനി എന്തൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ നോക്കി നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ PTA ഏറ്റവും വലിയ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള വിഭവങ്ങൾ സമാഹരിച്ചു നൽകുക. അപ്പൊ ഈ പറഞ്ഞ 5 പോയിന്റ്സ് ആണ് നമ്മുടെ PTA ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഏജൻസികളിൽ കുടുംബം എന്ന് പറയുന്ന ഒരു മേഖല നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതൊരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിനെ കേന്ദ്രീകരിച്ച് ഇനി വരുന്ന തുടർ ഭാഗങ്ങൾ എന്ന് പറയുന്നത് സമുദായങ്ങൾ, പിയർ ഗ്രൂപ്പുകൾ, എന്നിങ്ങനെ വിദ്യാലയങ്ങൾ എന്നിങ്ങനെയുള്ള ദീർഘമായ കുറച്ച് ടോപ്പിക്കുകളാണ് ഇതിനെ കേന്ദ്രീകരിച്ച് വരുന്നത്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് തന്നെ പഠിക്കാം. വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്ക് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ തന്നെ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇതിന്റെ തുടർ ഭാഗങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ, താങ്ക് യു.